ഹബേമൂസ് പാപ്പാം കഴിഞ്ഞ വ്യാഴാഴ്ച മെയ് 8 ഇന്ത്യൻ സമയം രാത്രിയോടുകൂടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അങ്കണത്തിലും അതോടൊപ്പം തന്നെ ലോകമാധ്യമങ്ങളിലൂടെ ഈ ലോകം മുഴുവനുമുള്ള വിശ്വാസികളും കേട്ട ഒരു പ്രഖ്യാപനം, സന്തോഷത്തോടുകൂടെ കേട്ട ഒരു പ്രഖ്യാപനം. ഹബേമൂസ് പാപ്പാം, നമുക്ക് ഒരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു. വി ഹാവ് എ പോപ്പ്. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രഖ്യാപനം കേൾക്കുവാൻ വേണ്ടി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അങ്കണത്തിൽ അന്ന് കാത്തിരുന്ന വിശ്വാസികളുടെ എണ്ണം വളരെ വലുതായിരുന്നു. ഈ ഒരു പ്രഖ്യാപനം കേൾക്കുവാൻ വേണ്ടി ആ വിശ്വാസികൾ അവിടെ ആയിരുന്നതിന് ഒരു കാരണമുണ്ട്. ഈ ലോകം മുഴുവനും കാത്തിരുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഉർബി എത്ത് ഓർബി. ഉർബി എത്ത് ഓർബി എന്നുള്ളത് ഒരു ലത്തീൻ പദമാണ്. ഇതർത്ഥമാക്കുന്നത് റോമിനും ലോകത്തിനും എന്നാണ്. ഹബേമൂസ് പാപ്പാം എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ കാർഡിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ കത്തോലിക്ക തിരുസഭയുടെ 267ാമത്തെ പരിശുദ്ധ പാപ്പയായി ദൈവകൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ലയോ 14 എന്നുള്ള പേരാണ് പുതിയ പാപ്പ സ്വീകരിച്ചത്. ലയോ 14 പാപ്പ അല്ലെങ്കിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ പരിശുദ്ധ പിതാക്കന്മാരും ഈ ലോകത്തിന് മുഴുവനും പരമ്പരാഗതമായി നൽകുന്ന ആദ്യത്തെ ആശീർവാദമാണ് ഉർബി എത്ത് ഓർബി, റോമിനും ലോകത്തിനുമായിട്ടുള്ള ആശീർവാദം. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അങ്കണത്തിലും ലോകമാധ്യമങ്ങളിലൂടെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിരുന്ന വിശ്വാസികളെ ഈ ഒരു അനുഗ്രഹത്തിലേക്ക്, ആശീർവാദത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. പാപ്പ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളിലെല്ലാവരിലേക്കും നിങ്ങൾ എവിടെയായിരുന്നുവാലും സമാധാനത്തിൻ്റെ ഒരനുഗ്രഹം ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങൾ എല്ലാവരിലേക്കും നിങ്ങൾ എവിടെയായിരുന്നാലും സമാധാനത്തിൻ്റെ ഒരു അനുഗ്രഹം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവർ, ഈ ഒരു വാക്കുകളോടുകൂടെയാണ് ലയോ 14 പാപ്പ ഈ ലോകത്തെയും, റോമിലായിരുന്ന എല്ലാ വിശ്വാസികളെയും, ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികളെയും, ഈ ലോകം മുഴുവനെ തന്നെയും അനുഗ്രഹിച്ചത്, ദൈവാശീർവാദത്താൽ നിറച്ചത്. ഒരു ഇടയൻ്റെ അനുഗ്രഹ വചസ്സുകൾ, ഒരു ഇടയൻ്റെ അനുഗ്രഹ വാക്കുകൾ. ഇന്ന് നമ്മളെല്ലാവരും കത്തോലിക്ക തിരുസഭയോടൊത്ത് പെസഹ കാലത്തിലെ 4-ാം ഞായർ ആഘോഷിക്കുകയാണ്. ഈ 4-ാം ഞായറിൻ്റെ ധ്യാന വിചിന്തനമായിട്ട് മാറുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നിത്യ ഇടയനായ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ വചസ്സുകളാണ്, ആശീർവാദ വാക്കുകളാണ്. ക്രിസ്തു തൻ്റെ അനുഗ്രഹ വചസ്സുകളിലൂടെ, ആശീർവാദ വാക്കുകളിലൂടെ നമ്മെ എല്ലാവരെയും ദിവ്യകാരുണ്യ ജീവിതത്തെ സ്നേഹിക്കുന്നവരായി മാറുവാൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭ വചസ്സുകൾ, ഈശോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഈശോ പറഞ്ഞ 3 വചനങ്ങളാണ്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കെൻ്റെ ആടുകളെ അറിയാം, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു. പ്രിയമുള്ളവർ, ഈശോയുടെ ഈ വചനങ്ങൾ, ഈ അനുഗ്രഹ വചസ്സുകൾ, ഈ ആശീർവാദ വാക്കുകൾ നമ്മെ എല്ലാവരെയും പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എങ്ങനെ സ്നേഹിക്കുവാൻ? വിശുദ്ധ ദിവ്യബലി അർപ്പണത്തിലൂടെ സ്നേഹിക്കുവാൻ. നമ്മളുടെ ഓരോ ദിവ്യബലി അർപ്പണങ്ങളും കുറേ കൂടി സ്നേഹത്തോടുകൂടെയുള്ള പങ്കാളിത്തമായിട്ട് മാറുവാൻ വേണ്ടി ഈശോ ക്ഷണിക്കുകയാണ്. ഈശോയുടെ ആദ്യത്തെ വചനം, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. പരിശുദ്ധ ദിവ്യബലി മധ്യേ, വിശുദ്ധ കുർബാന എന്ന കൂദാശ മധ്യേ നമ്മൾ ലേഖന ഭാഗങ്ങളിലൂടെയും സുവിശേഷ ഭാഗങ്ങളിലൂടെയും ദൈവവചനം ശ്രവിക്കുന്നുണ്ട്. ആയതുകൊണ്ട് ഈശോയുടെ ക്ഷണമാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. പരിശുദ്ധ ദിവ്യബലി മധ്യേ വായിച്ചു കേൾക്കുന്ന വചനഭാഗങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അവയെ ധ്യാനിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. രണ്ടാമതായിട്ട് ഈശോ പറയുന്നു, ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു. നമ്മളുടെ പരിശുദ്ധ ദിവ്യബലി കൂദാശയിലെ നിമിഷം ഈശോയെ
കുമ്പസാരിച്ചൊരുങ്ങിയ യോഗ്യതയോടുകൂടെ പ്രാർത്ഥനയോടെ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കുന്ന ഒരു അവസരമായിട്ട് മാറണം. ഈശോയെ നമ്മൾ ദിവ്യകാരുണ്യമായി സ്വീകരിക്കുമ്പോൾ ഈശോയാൽ അറിയപ്പെടുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. ഈശോ വാഹകരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. മൂന്നാമതായിട്ട് ഈശോ നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ അനുഗമിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പരിശുദ്ധ ദിവ്യബലി മധ്യേ നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനവും ദിവ്യകാരുണ്യത്തിൽ സ്വീകരിച്ച ഈശോയെയും ബലിക്കപ്പുറമുള്ള ജീവിതത്തിൽ നമ്മളുടെ അനുദിന ജീവിതത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറാനുള്ള ഒരു ക്ഷണമാണ് ഇവിടെ ഈശോ നൽകുന്നത്. ഇത്തരണത്തിൽ ഇന്നത്തെ ഈ വചന ഭാഗത്തിലൂടെ, ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളെ എല്ലാവരെയും കുറേ കൂടി പരിശുദ്ധ കുർബാനയെ ആഴത്തിൽ സ്നേഹിക്കുവാൻ വേണ്ടി, ആ ഒരു സ്നേഹത്തോടുകൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഓരോ പരിശുദ്ധ ബലിയുടെ നിമിഷത്തിലും ലേഖനഭാഗവും സുവിശേഷ ഭാഗവും വായിച്ചു കേൾക്കുമ്പോൾ അതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അതെത്രമാത്രം ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നുണ്ടെന്ന് ധ്യാനിക്കാൻ, വിലയിരുത്താൻ ഈശോ ഇന്ന് ക്ഷണിക്കുകയാണ്. നമ്മൾ വചനം ശ്രവിക്കുന്നുണ്ട്, പക്ഷേ ആ വചനം ശ്രവിക്കുന്ന സമയം നമ്മൾ പല വിചാരങ്ങളിലായിരിക്കുക, ജീവിതങ്ങളുടെ ആകുല ചിന്തകളിലായിരിക്കുക. ആയതുകൊണ്ട് ആ വചനം തന്നെയാണ് ഔഷധമെന്ന് തിരിച്ചറിയാതെ, ആ ഔഷധം സ്വീകരിക്കാതെ നമ്മൾ ബലിയിൽ പങ്കുചേരുന്നവരായിട്ട് മാറുക. ഈശോ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ വചനം ശ്രവിക്കുന്നു. ഓരോ പരിശുദ്ധ ബലിയുടെ നിമിഷത്തിൽ കേൾക്കുന്ന വചനഭാഗങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കാൻ, അതിൻ്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കാൻ, ധ്യാനിക്കാൻ, അത് ജീവിതത്തിൻ്റെ ഔഷധമാക്കി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് ഈശോയെ ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ കുമ്പസാരിച്ചൊരുങ്ങിയതോടുകൂടെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. പ്രിയമുള്ളവർ, ഓരോ ദിവ്യകാരുണ്യ സ്വീകരണ നിമിഷത്തിൽ, പരിശുദ്ധ ബലിയുടെ നിമിഷത്തിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുൻപുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിലേക്ക് എന്നെ ഒരുക്കുന്ന പ്രാർത്ഥനകളാണ്. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ എന്നത് സ്വീകരിച്ച ഈശോയുടെ അരൂപിയിൽ, ദിവ്യകാരുണ്യ അരൂപിയിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട്, കുർബാന കണ്ടു. പ്രിയമുള്ളവരെ, കുർബാന കാണാനുള്ളൊരു കാര്യമല്ല, കുർബാന പങ്കുചേരാനുള്ളൊരു കാര്യമാണ്. ആ പങ്കാളിത്തം പൂർത്തിയാകുന്നത് ഈശോയെ ദിവ്യകാരുണ്യത്തിൽ കുമ്പസാരിച്ചൊരുങ്ങിയ യോഗ്യതയോടുകൂടെ ബലിയിലെ പ്രാർത്ഥനകളിലൂടെയൊക്കെ ഒരുങ്ങി സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. ആയതുകൊണ്ട് എൻ്റെ ഓരോ ബലി നിമിഷവും ഒരുങ്ങി പ്രാർത്ഥിച്ച് ഈശോയെ സ്വീകരിക്കുന്ന അവസരമാക്കി മാറ്റുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് ഈശോ പറയുന്നു, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ വചനം ധ്യാനിച്ചും ഈശോയെ ദിവ്യകാരുണ്യത്തിൽ ഒരുക്കത്തോടെ സ്വീകരിച്ചതും കൊണ്ട് മാത്രം കാര്യമായില്ല. ആ ഒരു വചനധ്യാനവും ആ ഒരു ദിവ്യകാരുണ്യ സ്വീകരണവും അത് ആ ബലിക്കപ്പുറമുള്ള ജീവിതത്തിൽ ജീവിക്കുന്നവരായി, ഈശോയെ അനുഗമിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മളുടെ ദൈവ നന്മകൾ ജീവിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മൾ വിശ്വസിക്കുന്നവരായിട്ട് മാറണം, വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിട്ട് മാറണം, ജീവിതത്തിൽ സഹനവും ജീവിതത്തിൽ വലിയ സമർപ്പണവും ഒക്കെ ഉള്ളവരായിട്ട് മാറണം. അങ്ങനെ വരുമ്പോഴാണ് എന്നെ അനുഗമിക്കുന്നവരാണ് എൻ്റെ ആടുകൾ എന്നുള്ള ഈശോയുടെ ആ ഒരു അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പൂർത്തിയാകുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരണത്തിൽ വചനം ധ്യാനിച്ചും ഈശോയെ ദിവ്യകാരുണ്യത്തിൽ യോഗ്യതയോടെ സ്വീകരിച്ചും ആ ഒരു ധ്യാനവും ആ ഒരു വചനധ്യാനവും ആ ഒരു ദിവ്യകാരുണ്യ സ്വീകരണ നന്മയും നമ്മളുടെ ബലിക്കപ്പുറമുള്ള ജീവിതത്തിൽ ജീവിച്ചും ഈശോയുടെ ഈ ഒരു അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ നമ്മളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഇനി നമ്മൾ ഇത്തരണത്തിൽ ഒരു ബലിയിൽ നല്ല ഒരുക്കത്തിൽ പങ്കുചേർന്ന് ഈശോയെ വഹിക്കുന്നവരായി തീർന്ന് ഈശോയെ ജീവിക്കുന്നവരായി മാറുമ്പോഴുള്ള കൃപയെക്കുറിച്ചും ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്. ഈശോ പ്രത്യേകമായിട്ട് ഈ ഒരു അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുകയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകും, എൻ്റെ ആടുകൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല, എൻ്റെ ആടുകൾ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. എൻ്റെ ആടുകൾക്ക് ഞാൻ നിത്യജീവൻ നൽകും, എൻ്റെ ആടുകൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല, എൻ്റെ ആടുകളെ ആരും എൻ്റെ അടുക്കൽ നിന്ന് ഒരിക്കലും പിടിച്ചെടുക്കുകയുമില്ല. പ്രിയമുള്ളവർ, ഇത് നിത്യജീവൻ്റെ സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നല്ല ഒരു ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കുചേരുകയാണെങ്കിൽ, വചനം ധ്യാനിച്ച് ഈശോയെ സ്വീകരിച്ച് ആ വചനവും ഈശോയുടെ ദിവ്യകാരുണ്യ നന്മയും ജീവിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ നമ്മളെല്ലാവരും നിത്യജീവിതത്തിന് അർഹരായി തീരുമെന്ന് പറയുക. ഈ നിത്യജീവിതം എന്ന് പറയുന്നത് എന്താണെന്നാണ് ഈശോ പറയുന്നത്? ഞാനും പിതാവും ഒന്നാണ്. പിതാവിൻ്റെ തിരുമുഖം ദർശിച്ച് പുത്രൻ്റെ സഹവാസത്തിലായിരുന്നുകൊണ്ട് എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്നുള്ളൊരു നിത്യജീവനെ നമ്മൾ അർഹരായിട്ട് മാറും.
ഈ നിത്യജീവൻ്റെ വലിയ സന്തോഷത്തെക്കുറിച്ച്, പ്രത്യേകതയെക്കുറിച്ച് ഇന്നത്തെ 2ാം വായനയിലും പറയുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 7ാം അധ്യായത്തിൽ നിന്നുള്ളതാണ് 2ാം വായന. 2ാം വായനയിൽ ഇങ്ങനെ വായിക്കുകയാണ്: വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും, അതായത് ദൈവത്തിൻ്റെ മുൻപിലും കുഞ്ഞാടിൻ്റെ മുൻപിലും ഈശോയുടെ മുൻപിലും നിൽക്കുന്നവർ. അവർ വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണ്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരാണ്. പിന്നീട് അവരുടെ സൗഭാഗ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് ദൈവസന്നിധിയിൽ അഭയം ലഭിക്കും. ഇനിയൊരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസനമധ്യയിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. പ്രിയമുള്ളവരെ, നിത്യയിടയനായ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ വചസ്സുകൾ നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നവയാണ്. അപ്പോൾ വചനം ജീവിതത്തിൽ ധ്യാനിച്ച് ഈശോയെ ദിവ്യകാരുണ്യ അപ്പത്തിൽ യോഗ്യതയോടുകൂടെ, കുമ്പസാരിച്ചൊരുങ്ങിയ യോഗ്യതയോടുകൂടെയും പ്രാർത്ഥനയോടുകൂടെയും സ്വീകരിച്ച് ആ ബലിക്കപ്പുറമുള്ള ജീവിതത്തിലെ, പരിശുദ്ധ കുർബാനയ്ക്കപ്പുറമുള്ള ശേഷമുള്ള ജീവിതത്തിലെ ഈശോയെയും വചനത്തെയും ജീവിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ദൈവസന്നിധിയിൽ കൃപയുടെ ഒരു ജീവിതം നമുക്ക് ദൈവം നൽകുമെന്ന് ഉറപ്പാണ്. പ്രിയമുള്ളവർ, അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ജീവിതവും ഒരു ഉർബി എറ്റ് ഓർബിയായി മാറും. അതെ, സഭയ്ക്കും ലോകത്തിനുമുള്ള ഒരു ആശീർവാദമായി, ഒരു അനുഗ്രഹമായി നമ്മളുടെ ജീവിതം മാറും. അത്തരണത്തിലുള്ള ഒരു അനുഗ്രഹ ജീവിതത്തിൻ്റെ കൃപ നിങ്ങൾക്കെല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾക്ക് നേരുകയാണ്. ഈ ഞായർ ദിനത്തിൻ്റെ എല്ലാ കൃപയും ദൈവം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.